റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് യൂറോപ്യൻ യൂണിയൻ. ഈ ഉപരോധം ഇന്ത്യയെ കാര്യമായി ബാധിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാഷ്ട്രങ്ങളിലൊന്നാണ് റഷ്യ. യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അവർ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ ഏതാണ്ട് 60% യൂറോപ്പിലേക്കായിരുന്നു കയറ്റുമതി അയച്ചിരുന്നത്. 2021 യൂറോപ്പിന് ആവശ്യമുള്ള പ്രകൃതിവാതകത്തിന്റെ 45% റഷ്യയാണ് വിതരണം ചെയ്തത്. യുദ്ധം ആരംഭിച്ചതോടെ പാശ്ചാത്യ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ബാങ്കുകൾക്ക് പിഴ ചുമത്തി, സാങ്കേതിക കയറ്റുമതി നിരോധിച്ചു, ആസ്തികൾ മരവിപ്പിച്ചു, ഊർജ കയറ്റുമതി നിയന്ത്രിച്ചു. ഫണ്ടുകളുടെ അഭാവം മൂലം റഷ്യയെ തളർത്തുക എന്നതായിരുന്നു ഉദ്ദേശം. എന്നാൽ മറുവശത്ത് റഷ്യൻ എണ്ണയും പ്രകൃതിവാതകവും അവർക്ക് ആവശ്യമായിരുന്നു. ഇത് ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് വലിയ അവസരം തുറന്നു നൽകി. യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറച്ചപ്പോൾ ഇന്ത്യ അത് വാങ്ങിക്കൂട്ടി. വിലക്കുറവുള്ള ഈ എണ്ണ ഇന്ത്യക്ക് നേട്ടമായി. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതുപോലെ രണ്ടാം തല ഉപരോധങ്ങൾ നടപ്പിലാക്കുക ചെയ്താൽ അത് ഇന്ത്യയെ ബാധിക്കുമോ എന്നൊരു വിലയിരുത്തലുമുണ്ട്. കാരണം റഷ്യൻ എണ്ണ വാങ്ങുന്ന ഏതൊരു രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുക എന്നതാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത് ഇന്ത്യയെ ഉന്നം വിട്ടുള്ള നീക്കമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതേസമയം യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറാത്ത സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയൻ ഉപരോധം കടുപ്പിച്ചത്. റഷ്യയുടെ ഇന്ധന കയറ്റുമതി ലക്ഷ്യമിട്ടുള്ള യൂണിയന്റെ 18ാം റൗണ്ട് ഉപരോധത്തിന് അംഗരാജ്യങ്ങൾ അംഗീകാരം നൽകി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ നിർബന്ധിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ ശ്രമത്തിന്റെ ഭാഗമായാണ് നീക്കം. ഇതിന്റെ ഭാഗമായി റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ പരമാവധി വില ബാരലിന് $60 നിന്ന് $47.60 യൂറോപ്യൻ യൂണിയൻ കുറച്ചു. ഇതോടെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നവർ പരമാവധി $47.60 നൽകാവൂ. അതിനു മുകളിൽ വില നൽകി എണ്ണ വാങ്ങിയാൽ ആ രാജ്യങ്ങളും ഉപരോധത്തിന്റെ പരിധിയിൽ വരും. നേരത്തെ ബാരലിന് $80 ആയിരുന്ന റഷ്യൻ എണ്ണ വില $60 കുറച്ചിരുന്നു. പിന്നാലെയാണ് റഷ്യയുടെ എണ്ണ വരുമാനത്തിൽ പിടിമുറുക്കാൻ ലക്ഷ്യമിട്ട് രാജ്യാന്തര വിപണിയിൽ ബാരലിന് ശരാശരി $65 ഉള്ള എണ്ണ വില $47 വെട്ടിക്കുറച്ചത്. റഷ്യൻ എണ്ണ ടാങ്കുകൾക്ക് പുറമെ യൂറോപ്യൻ കമ്പനികൾ ഇൻഷുറൻസ് പരിരക്ഷ എടുത്തിട്ടുള്ള എണ്ണ കപ്പലുകൾക്കും ഈ ഉപരോധം ബാധകമാണ്. എണ്ണയുടെ വിലപരിധി കുറച്ചതുകൂടാതെ ബാങ്കിങ്ങിനും റഷ്യൻ അസംസ്കൃത എണ്ണയിൽ നിന്നുണ്ടാക്കുന്ന ഇന്ധനത്തിന്റെ വിൽപ്പനയ്ക്കും നിയന്ത്രണമുണ്ട്. റഷ്യൻ ക്രൂഡ് ഓയിലിൽ നിന്ന് നിർമ്മിക്കുന്ന ശുദ്ധീകരിച്ച എണ്ണ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് നിരോധനം കണ്ടുവരും. കാനഡ, നോർവ, സ്വിറ്റ്സർലാൻഡ്, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നിവ ഒഴികെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാണ് യൂറോപ്യൻ യൂണിയൻ നിരോധനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണത്തിന്റെ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ പങ്ക് പരിഗണിക്കുമ്പോൾ ഈ നീക്കം ഇന്ത്യയുടെ യൂറോപ്പിലേക്കുള്ള ഇന്ധന കയറ്റുമതിയെ സാരമായി ബാധിച്ചേക്കാം. ഇതിനൊപ്പം ബാൾട്ടിക് കടലിനടിയിലൂടെയുള്ള നോർഡിക് സ്ട്രീം പൈപ്പ് ലൈനുകൾ വഴിയുള്ള വാതക വിതരണത്തിന് വിലക്ക് വരും. റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രധാന പാചകവാത പൈപ്പ് ലൈനാണിത്. 2022 പൊട്ടിത്തെറിയിൽ തകർന്ന റഷ്യ ജർമ്മനി നോർഡ് സ്ട്രീം ഗ്യാസ് പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണി ചെയ്യാൻ റഷ്യയെ അനുവദിക്കുന്നില്ല. റഷ്യയുടെ സഹകരണത്തോടെ ഗുജറാത്തിൽ പ്രവർത്തിക്കുന്ന നയാരയുടെ എണ്ണ ശുദ്ധീകരണശാലയ്ക്കും യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തി. റഷ്യൻ എണ്ണ ഭീമനായ റോസ്നെഫ്റ്റിന് 49.13% ഓഹരി നിക്ഷേപമുള്ളതാണ് നയാര എനർജി തിരിച്ചടിയായത്. ഗുജറാത്തിലെ വദിനാറയിൽ പ്രവർത്തിക്കുന്ന ശാലയിൽ ഒരു വർഷം 2 കോടി ടൺ എണ്ണയാണ് സംസ്കരിക്കുന്നത്. കൂടാതെ ഏകദേശം 6800 ഇന്ധന റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ ശൃംഖലയും അവർ നടത്തുന്നുണ്ട്. ഇതോടെ നയാര എനർജിക്ക് യൂറോപ്പിലേക്ക് പെട്രോളിയം ഇന്ധനങ്ങളും ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യാൻ കഴിയില്ല. യൂറോപ്യൻ കമ്പനികളുമായുള്ള അവരുടെ ഇടപാടുകളെയും ഉപരോധം ബാധിക്കും. രാജ്യാന്തര പണമിടപാട് സംവിധാനത്തിൽ നിന്ന് 22 റഷ്യൻ ബാങ്കുകളെ പുറത്താക്കാനും EU തീരുമാനിച്ചു. റഷ്യയുമായി ഇടപാട് നടത്തുന്നതും ഉപരോധം മറികടക്കാൻ റഷ്യയെ സഹായിച്ചതുമായ 2 ചൈനീസ് ബാങ്കുകൾക്കും ഉപരോധം ഏർപ്പെടുത്തും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.